അടിമാലി ദേശീയപാത 85 അടിമാലി ടൗൺ നാലുവരി പാതയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ഡിവൈഡർ നിർമ്മാണത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി നാളെ പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേരും. അമ്പലപ്പടി വില്ലേജ് റോഡിൽ നിന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരം വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഡിവൈഡർ സ്ഥാപിക്കുന്നത്. ഇത് വാഹനങ്ങൾക്ക് യു ടേൺ എടുക്കുന്നതിനും കാൽനട യാത്രക്കാർക്ക് പാത മുറിച്ചു കടക്കുന്നതിനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്നാണ് വ്യാപാരികളടക്കമുള്ളവരുടെ ആശങ്ക. അടിമാലി ദേശീയപാത 85 അടിമാലി ടൗൺ നാലുവരി പാതയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ഡിവൈഡർ നിർമ്മാണത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി നാളെ പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേരും. അമ്പലപ്പടി വില്ലേജ് റോഡിൽ നിന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരം വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഡിവൈഡർ സ്ഥാപിക്കുന്നത്. കാംഗോ ജംഗ്ഷനിൽ നിന്നാണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ കാംഗോ ജംഗ്ഷനിൽ നിന്ന് വില്ലേജ് റോഡ് വരെ ഡിവൈഡർ നീട്ടിയാൽ ഇവിടെ വാഹനങ്ങൾക്ക് യു ടേൺ എടുക്കുന്നതിനും കാൽനട യാത്രക്കാർക്ക് പാത മുറിച്ചു കടക്കുന്നതിനും സൗകര്യം ഉണ്ടാകില്ല എന്നതാണ് ജനങ്ങളിൽ ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നത്. ദേശീയപാത 85 വികസനവുമായി ബന്ധപ്പെട്ട് അടിമാലി ടൗണിലും വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അടിമാലി കാംഗോ ജംഗ്ഷനിൽ നിന്ന് വില്ലേജ് റോഡിൽ നിന്ന് ആരംഭിക്കുന്ന ഡിവൈഡർ പൊതുജനങ്ങൾക്ക് അപ്പുറത്തെ 2 സൈഡിലേക്കും കടന്നു നടക്കുവാനോ വാഹനങ്ങൾ ഓടിക്കുവാനോ അസൗകര്യമാവുന്ന ഒരു സാഹചര്യം രണ്ടായി വിഭജിക്കപ്പെടുന്ന ഒരു പരാതി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബഹുമാനായ ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഈ പ്രദേശത്തെ വ്യാപാരികള് നാട്ടുകാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നാളെ 3 മണിക്ക് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കേരളത്തിലെ പ്രോജക്ട് ഡയറക്ടറുമായി സംസാരിക്കുവാനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അനിശ്ചിതാവസ്ഥയും ഈ പുരോഗതി ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും പരിഹാരം ഉണ്ടാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയപാതയിലേക്ക് ഇരുവശത്തു നിന്നുള്ള 2 റോഡുകൾ സംഗമിക്കുന്ന കവലയാണ് കാംഗോ. ഇവിടെ യു ടേൺ എടുക്കുന്നതിനും കാൽനട യാത്രക്കാർക്ക് പാത മുറിച്ചു കടക്കുന്നതിനുമുള്ള സൗകര്യം വേണമെന്ന ആവശ്യത്തിന്മേലാണ് 16-ന് 3 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഡീൻ കുര്യാക്കോസ് MP, F രാജ MLA, NHI പ്രോജക്ട് ഓഫീസർ എന്നിവരുടെ സാന്നിധ്യത്തിൽ യോഗം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.